Almighty create thoughts and actions in the minds of the people of our nation, so they may live united, may they live united. Oh Almighty, this is my prayer. സ്നേഹമുള്ളവരെ, നമ്മള് ഇന്നിവിടെ കൂടിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ച്, ഒരു കുടുംബജീവിതം നയിച്ച് 37 വർഷം പൂർത്തിയാക്കി 38ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ജോസഫ് സാറിനും ടെസ്റ്റേച്ചിക്കും നമ്മുടെ വക ഒരു ആശംസകളും നമ്മുടെ പ്രാർത്ഥനകളും അറിയിക്കാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. സമൂഹത്തിനും സഭയ്ക്കും മാതൃകയായി ഒരു ദാമ്പത്യ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന 37 വർഷം പൂർത്തിയാക്കിയിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ജോസഫ് സാറിനും ടെസ്റ്റേച്ചിക്കും നമ്മുടെ എല്ലാവരുടെയും പേരിൽ, സ്നേഹക്കൂട്ടായ്മയുടെ പേരിലുള്ള ആശംസകളും പ്രാർത്ഥനകളും ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. നേരത്തെ ആഗ്രഹിച്ചതുപോലെ തന്നെ സാർ അറിയാണ്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഇവിടെ വരണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മൾ മുന്നോട്ട് പോയി. അത് നമുക്ക് ഏകദേശം 99% സാധിച്ചില്ല സാറേ. സാറിന്റെ പെങ്ങളെ കിട്ടി, അനിയനെ കിട്ടി, ചേട്ടനാ നമ്മുടെ സാറിന്റെ ഉറ്റ സുഹൃത്തിനെ വിളിച്ചു. അപ്പം സുഹൃത്തിനെ വളരെ അത്യാവശ്യമായിട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട് എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം. ഞാനത് ക്യാൻസലാക്കി വന്നാലോ എന്ന് വരെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്രയ്ക്ക് റിസ്ക് എടുക്കണ്ട, അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ വൈഫിനെ പറഞ്ഞു വിടാം. ഞാൻ അവിടെ പോയിരുന്നു. അപ്പം അവർ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇന്നിവിടെ കൂടണമെന്നും നമ്മുടെ കൂടെ വരണമെന്നും ആഗ്രഹിച്ച ഒരു 4 വ്യക്തിത്വങ്ങളുണ്ട്. അവർക്ക് ഒരു കാരണവശാലും ഇവിടെ എത്താൻ പറ്റാത്ത ആൾക്കാരായിപ്പോയി. കാരണം അവർ ഈ ജില്ലയിൽ പോലും ഇല്ലാണ്ടായിപ്പോയി ഈ ആഴ്ച. ഒന്ന് നമ്മുടെ നിർമ്മൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പള് ജോബി അച്ഛനാണ്. രണ്ടാമത്തെ വ്യക്തി നമ്മുടെ നിർമ്മൽ കോളേജിലെ തന്നെ ലൈബ്രറിയനായ അനീഷച്ചനാണ്. മൂന്നാമതുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷന്റെ ഡയറക്ടർ അച്ഛനും KCBCന്റെ ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ജെയ്സൺ കോലക്കുന്നേൽ അച്ഛനാണ്. പിന്നെയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സാറിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടും നമുക്കെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ ഷാജി സാർ. ഷാജി സാറ് പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് ക്യാൻസൽ ആക്കിയിട്ട് വരുമായിരുന്നു. പക്ഷെ അവിടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും സാറേ, ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം. ഞങ്ങളുടെ സ്നേഹവും ആശംസകളും പ്രാർത്ഥനയും എല്ലാം ഈ സമയം സാറിനെ ഞങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ആർക്കും സാറിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സാറിന് ഇന്നൊന്ന് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചടങ്ങ്. കാണുക. അപ്പൊ അതുകൊണ്ട് സാറിന് സ്റ്റേജിയും കല്യാണം കഴിപ്പിക്കുക. അപ്പൊ മാല ഇട്ടുകൊണ്ട് നമുക്ക് ആ ചടങ്ങ് അങ്ങ് നടത്താം. അതിനായിട്ട് സോളി ചേച്ചിയും ഷെൽസിയും ക്ഷണിക്കുന്നു മാല കൊടുക്കാൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സാറേ. Where there is righteousness in the heart, there is beauty in the character. When there is beauty in the character, there is harmony in the home. When there is harmony in the home, there is an order in the nation. When there is order in the nation, there is peace in the world. അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഒരു ചെറിയൊരു സ്നേഹോപകാരം ആനിൽ സാറും തങ്കൻ ചേട്ടനും. അടുത്തതായി കേക്ക് മുറിക്കാണ്. Create thoughts and actions in the minds of the people of our nation, so they may live united, may they live united. Oh Almighty, this is my prayer. Oh Almighty. സാറിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഈ കേക്ക് സ്വയം നിർമ്മിച്ചത് നമ്മുടെ ഷെൽസിയാണ്. ഷെൽസിന്റെ വക കേക്കാണ്. രാവിലെ 9 മണിക്ക് ഞാൻ ഇരുട്ടിയിൽ എത്തിയപ്പോഴാണ് സോൾ ചേച്ചി എന്നെ വിളിച്ച് പറയുന്നത്, എടാ ഇന്ന് ഷിനോയിന്റെ ബർത്ത്ഡേയും കൂടിയാണ് എന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമുക്ക് വലിയ അറേഞ്ച്മെന്റ് ഒന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. കിട്ടിയ സമയത്ത് ഉള്ള ചെറിയൊരു അറേഞ്ച്മെന്റ് ഷിനോജിക്ക് പൂ കൊടുക്കാനായിട്ട്. Help them transform enmity and hatred into love and harmony. Bless the people to work and persevere, our country to transform
into a prosperous and a peaceful nation of the world. ഒരു ഡോക്ടർ ദമ്പതികൾ എന്നുള്ള നിലയിൽ ഇവരുടെ പേരൻസ് ആണെങ്കിലും ഇവിടെ വളരെ മാതൃക ജീവിതം നയിച്ചവരാണ്. അങ്ങനെ ഭാഗ്യപ്പെട്ട ഒരു കുടുംബമാണ്. അതുപോലെ നമ്മുടെ ജോസഫ് സാറിന്റെ പിന്നെ പപ്പയുടെ ഏറ്റവും വലിയൊരു ശ്രമഫലമായിട്ടാണ് സെന്റ് ജൂഡ് എന്ന് പറയുന്ന ഈ പള്ളി അല്ലെ, അവിടെ ഈ സ്ഥലം കൊടുത്തതും അതുപോലെ ഇവിടെ ഈ സെന്റ് ജൂഡിന്റെ ഒരു ഷ്രൈൻ വേണമെന്ന് പിന്നെ ഇവിടെ പള്ളിയിൽ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ ഈ യുവത്വത്തിന്റെ തിരിച്ചേച്ച് പോരെ അല്ലെ ഇവിടെ എത്തിച്ചേർത്തത്. അപ്പൊ ഏതാണ്ട് അത് 50 വർഷമൊക്കെ അത് കഴിഞ്ഞിരിക്കുകയാണ് ഈ സംഭവത്തിന് ശേഷം. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും അപ്പോൾ ഒരു പിന്നെ ഈ ഇവിടെ നടക്കുന്ന ആ പരിശുദ്ധ കുർബാനയുടെ കാരണം ആ യുവത്വത്തിന്റെ ഒരു മധ്യസ്ഥ ശക്തി ഇവരുടെ കുടുംബത്തോടൊപ്പവും ഇവരിലും ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനി ഭാവിയിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. പിന്നെ നമ്മളെ മദ്യവിരുദ്ധ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ജോസഫ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ഒരുപാട് ഫീൽഡിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം കിട്ടുന്നതാണ്. പക്ഷെ അന്നേരം അദ്ദേഹത്തിന് ഈ സമൂഹത്തിന് പിന്നെ ഗുണം കിട്ടുന്ന എന്ന് പറഞ്ഞ സമൂഹത്തെ ഏറ്റവും കൂടുതൽ കാർന്നു നിന്നുന്ന ഈ ലഹരി പിശാചിനെതിരെ ഒരു തുറന്ന യുദ്ധം നയിക്കാൻ വേണ്ടി മദ്യത്തിനും മറ്റ് ലഹരികൾക്കുമെതിരെ ഒരു തുറന്ന യുദ്ധം നയിക്കാനാണ് ജോസഫ് സാറ് തന്റെ ബാക്കിയുള്ള സമയം ആദ്യമായിട്ട് നീക്കിവെക്കുന്നത്. അദ്ദേഹത്തിന്റെ റിട്ടയർ ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങൾ ഒരു 5-6 വർഷം പൂർണ്ണമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് അദ്ദേഹം വലിയ ഒരു സംഭാവനയാണ് ചെയ്തത്. അത് തൈത്തോടച്ചന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ തലശ്ശേരി അതിരൂപതയുടെ എല്ലാ ഭാഗത്തും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജോസഫ് സാറിനെ പോലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം. അപ്പൊ പലരും ജോസഫ് സാറിനെ നിരുത്സാഹപ്പെടുത്തുന്ന പറഞ്ഞ് സാറിനൊരു വിലയുണ്ട്, ഒരു നിലയുണ്ട്, ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയി ഉള്ള നിലയൊന്നും കളയരുത് എന്ന് വളരെ സാറിന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും സാറിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. അതുപോലെ ഒരുപാട് കുട്ടികളെ പഠനത്തിനായി സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികം സഹായിച്ചിട്ടുണ്ട്, തന്റെ ഉപദേശങ്ങൾ കൊണ്ടും മാതൃകകളുണ്ടും ഒരുപാട് ശിഷ്യഗണങ്ങൾ സമൂഹത്തിന് ഉന്നതിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പള്ളിയിലെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ സാബു അവിടെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പുള്ളി അങ്ങോട്ട് കയറി വന്നിരുന്നു പറഞ്ഞു, ഒന്ന് ജോസഫ് സാറിന്റെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ ഞെട്ടിപ്പോയി വാസ്തവം പറഞ്ഞത്, കാരണം നമ്മൾ അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് അപ്പം പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞങ്ങളൊരു ഫംഗ്ഷനൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ ജോസിലും ചേട്ടനും കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഒരു വലിയോ ഇല്ല. അപ്പൊ ഞാൻ ആരാ ഇത് എന്ന് ഞാൻ പെട്ടെന്ന്, കാരണം നമ്മുടെ ഫാമിലിയോട് ആരാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഞങ്ങളുടെ ബാബുവിന് ടെസ്സിക്കും എൻ്റെ പിന്നെ വിവാഹ വാർഷിക ആശംസകൾ നേടുകയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ ബാബുവിന്റെ പിന്നെ വിവാഹം ബാബുവിന്റെ ചേട്ടനാണ് ഞാനെങ്കിലും പുള്ളി എന്നെ ഓവർടേക്ക് ചെയ്ത് കല്യാണം കഴിച്ചിരിക്കുന്നത്. പുള്ളി 38 എനിക്ക് 35 ആകുന്നേ ഉള്ളൂ. അപ്പൊ എന്നെ 2 വർഷം മുൻപ് ഓവർടേക്ക് ചെയ്ത് കഴിച്ചിട്ടുള്ളത്. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറക്കോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാകുമോ തമ്പുരാനേ. നിറക്കോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാകുമോ തമ്പുരാനേ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കൈക്കുഞ്ഞായി പിറന്നൊരു നാളിലും തിരുക്കരം തന്നിലായി കാത്തതും നീ. ഒരു കൈക്കുഞ്ഞായി പിറന്നൊരു നാളിലും തിരുക്കരം തന്നിലായി കാത്തതും നീ. പതരാതെ തളരാതെ കൈവിരൽ തുമ്പിനാ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ,
നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങിനെ എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതിങ്ങനെ. ബാബുനോട് പാടിയതാ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്നേഹ കൂട്ടായ്മയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ജോസലിൻ സാറിൻ്റെയും ടെസി ഡോക്ടറുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ടും ഈ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഉള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് കാരണക്കാരായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് സാറ്, ടെസി ഡോക്ടറെ, ഓരോ സാറിൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരുണ്ട്, പ്രിയപ്പെട്ട സ്നേഹ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പോൾ സാറിനും ടീച്ചർക്കും ഇത്തിരി ദൈവാനുഗ്രഹത്തോടെ ദീർഘകാലം ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുക. ഞാൻ ഈ സമയം ഞാൻ ഓർക്കാണ് 128 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് കിട്ടുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 128 സങ്കീർത്തനത്തിൽ അവൻ്റെ ഭാര്യ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളി പോലെയായിരിക്കും, അവൻ്റെ മക്കളെ മേശയ്ക്ക് ചുറ്റും ഒരു തൈകൾ പോലെയായിരിക്കും, അവന് മക്കളുടെ മക്കളെ കാണാനുള്ള അനുഗ്രഹം കിട്ടുമെന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 131 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, സഹോദരൻ ഏക മനസ്സോടെ വസിക്കുന്ന എത്ര സന്തോഷപ്രദവും ആനന്ദകരവുമാണ്. അത് അഹരോന്റെ തലയിലൂടെ കഴുത്തുവട്ടയിലൂടെ ഒഴുകി ഇറങ്ങുന്ന അഭിഷേകം തൈലം പോലെയാണ്. അവിടെയാണ് കർത്താവ് എന്നതിൻ്റെ അനന്തമായ അനുഗ്രഹവും ജീവനും പ്രദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഇത് രണ്ടും ഒരു ക്രിസ്തീയ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ മാത്രമേ വിജയിച്ച ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങൾ, ഭാര്യയും ഭർത്താവും എപ്പോഴും അടിപിടി അകന്നു കഴിയുന്നവരെ, ഭർത്താവിൻ്റെ ശല്യം മൂലം വിവാഹം വേർപെട്ട് പോകുന്നവരെ, ഭാര്യയുടെ കുഴപ്പം കൊണ്ട് പോകുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ദൈവം യോജിപ്പിച്ചത് അതിനെക്കുറിച്ച് ബൈബിളിൽ ഇല്ലാത്തതും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊച്ചു കഥ ഞാൻ പറയാം. സമയത്തിലേക്ക് ഉണ്ടല്ലേ? ഒരിക്കലും നമ്മള് ഈശോയും ശിഷ്യന്മാരും കൂടെ നമ്മുടെ പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു കിടന്നപ്പോൾ പോയൊരു സംഭവം ഉണ്ട്, അറിയോ? ഓർമ്മയില്ലേ? പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇവരിങ്ങനെ പോവാ, ഈശോയ്ക്ക് അറിയത്തില്ല എന്നിരുന്നല്ല, ഈശോ ഇങ്ങനെ പത്രോസിന്റെ ഭവനം അന്വേഷിച്ച് പോവാ. അങ്ങനെ വഴിയെ നടന്നു പോയപ്പം പോയ വഴിക്ക് ഒരു ചെറുക്കനെ കണ്ടു, ഒരു ആടിനെ തീറ്റിക്കൊണ്ട് ചെറുക്കനെ കണ്ടു. ഇവിടെ ചെറുക്ക ഇന്ന വീട്ടിലോട്ട് പോകുന്ന വഴിയില്ലേടാന്ന് ചോദിച്ചു. അപ്പൊ അവൻ ഇച്ചിരി നേരൊക്കെ ഇവരെയൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ നിന്നിട്ട് പറഞ്ഞു, അതെ ഈ മല കയറി ആ മല ഇറങ്ങി അതിന്റെ മുകളിലത്തെ മല കയറി കഴിയുമ്പോൾ അങ്ങോട്ടൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ആ വഴിയോടെ ഇങ്ങനെ കയറി ഇറങ്ങി അടുത്ത വഴി കയറി അങ്ങനെ അങ്ങോട്ട് സ്ഥലത്തെത്തി. അന്നേരം ഉണ്ട് അവിടെ ഒരു പെങ്കൊച്ച് അവിടെ എന്തോ പണിയെടുത്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പെങ്കൊച്ചിനോട് ചോദിച്ചു, ഞാനില്ല പക്ഷേ ഇന്നടത്തോട്ട് പോകുന്ന വഴി എതിരാ? അയ്യോ അത് ചേട്ടന്മാരെ, അത് നിങ്ങളിങ്ങോട്ട് കുറെ നടന്നു പോകുന്നല്ലോ, ഈ മലയുടെ പുറയിലോട്ട് ഇറങ്ങി അതിന്റെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് വടത്തോട്ട് കഴിഞ്ഞാൽ അവിടെ അടുത്താണുള്ള വഴി എന്ന് പറഞ്ഞു. ആദ്യം ആ ചെറുക്കനോട് ചോദിച്ചതിന്റെ അടുത്താണ് ഈ വഴി. പക്ഷെ ഇവൻ ഇവരെ വഴി തെറ്റിച്ചു വിട്ടു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവരുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോയി. ഇവരെല്ലാരും കൂടെ ഈശോയും ശിഷ്യന്മാരും കൂടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി. കല്യാണത്തിന് പങ്കെടുക്കാൻ ചെന്ന് കഴിയുമ്പോഴല്ലോ ഈ ചെറുക്കനെയും പെണ്ണും കൂടെ അവിടെ കെട്ടിച്ചിരിക്കുന്നത്. അപ്പൊ ശിഷ്യന്മാർ ഈശോ ചോദിച്ചു, അല്ല ഈശോ ഇതെന്നാ കളിയാ, ഇവനല്ലേ നീ തോന്നിയാസയില്ലേ നമ്മളെ വഴി തിരിച്ചു വിട്ടത്, പിന്നെ ഇവനത്തെ കൊണ്ട് കെട്ടിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഈശോ പറഞ്ഞൊരു വാക്കിതാണ്, അപ്പൊ അവനെ നന്നാക്കണമെങ്കിൽ ഇവനെ കൊണ്ടേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അവരെ തന്നെ കെട്ടിച്ചതാന്ന് പറഞ്ഞു. ഇതേ സംഭവങ്ങൾ ഇന്നും എന്റെ ജീവിതത്തിൽ എന്തുമാത്രമാണെന്നറിയാം. എന്തുമാത്രം പെണ്ണുങ്ങൾ കണ്ണൂര് പിടിക്കുന്നുണ്ട്, നമ്മളോട് സങ്കടം പറയുന്നുണ്ട്. എന്നാലും ശരി അവരൊക്കെ സഹിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തുക ആഗ്രഹം, അല്ലെ അവരുടെ മക്കളെ ഓർത്തിട്ട് ഇങ്ങനെയൊക്കെ അവരൊക്കെ നിൽക്കുന്നത്. എന്താ പ്രിയപ്പെട്ടവര്, ഇന്നടയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്, സന്തോഷത്തോടും സമാധാനത്തോടും. വിൻസെന്റ് പോളിന്റെ സ്ഥാപക പ്രസിഡന്റാണ് ഫ്രെഡറിക് ഓസാനാം. ഇങ്ങനെ കുറെ നാൾ കല്യാണം കഴിക്കാണ്ടിരുന്നപ്പം കൂട്ടുകാരും അച്ഛനൊക്കെ പറയും, എടാ ഫ്രെഡറിക് നീ ഒരു കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. എന്റെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഈ സംഘടനയൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് പറഞ്ഞു. അല്ല കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛനും സുഹൃത്തുക്കളോട് ചോദിച്ചു, അല്ല ഫ്രെഡറിക് എങ്ങനെയാണ് നീ? അപ്പോൾ ആ ഫ്രെഡറിക് പറഞ്ഞു, എനിക്ക് കിട്ടിയതൊരു മാലാക എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയതൊരു മാലാക. അപ്പൊ പുള്ളിയുടെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതം എങ്ങനെയാ? അയ്യോ അച്ഛാ എനിക്ക് കിട്ടിക്കുന്നൊരു മാലാകയാ എന്ന് പറഞ്ഞ മാതിരി നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ദൈവാനുഗ്രഹമുള്ളവർക്കും നല്ല മാലാകമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ഇപ്പൊ ഡോക്ടറും ജോസഫ് സാർ നമുക്കറിയാം, സമൂഹത്തിന് വേണ്ടി എന്തുമാത്രം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമൊന്നുമല്ല. രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല, എപ്പോഴൊക്കെ അതൊന്നും വിളിക്കുകയെന്ന് അറിയത്തില്ല. ഡോക്ടറെ ഉറങ്ങേണ്ട സമയമില്ല. എന്നാലും ആർക്കാണ് മറ്റുള്ളവരെ ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു ഡോക്ടർക്കേ കഴിയത്തുള്ളൂ. അപ്പൊ അതങ്ങനെ
ജോസഫ് സാറാണെങ്കിലും ഏറ്റവും നല്ല ഒരു ഉയർന്ന തസ്തികയിലുള്ള ഒരു സാറായിരുന്നു. എന്നാലും ശരി, ജനകീയരായിട്ട് ഞങ്ങളുടെ എല്ലാം കൂടെ ജനകീയനായിട്ട് മധ്യവിരുദ്ധ സമിതിയിലൊക്കെ പ്രവർത്തിക്കാൻ തൈത്തോളച്ചൻ വിളിച്ചപാട് അച്ഛനത് എപ്പോഴും പറയും, വേറെ എന്തെല്ലാം ഇപ്പൊ സാവർ ഏതെല്ലാം വഴികളുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പോവാതെ ആ ഒരു മേഖലയിലോട്ട്. കാരണം നമുക്കറിയാം, ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്, ഒരാൾ മദ്യപാന രോഗിയായാൽ അയാളെ ചുറ്റിപ്പറ്റി 16 പേരാണ്, എനിക്ക് തോന്നുന്നു 16 അതിലും കൂടുതൽ പേര് രോഗികളാണ്. ഒരാളെ നമ്മൾ മാനസാന്തരപ്പെടുത്തി ആ 16 കുടുംബങ്ങളെ നമ്മൾ രക്ഷപ്പെടുന്നത്. ഒരിക്കലും പാമ്പ്രാനി പിതാവ് ഒരിക്കലും പടന്നക്കാട് വെച്ചൊരു പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണെന്നു ലഹരിവിരുദ്ധ പ്രവർത്തനം, ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. എനിക്ക് യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് എത്രമാത്രം ആളുകളാണ് ഇതുകൊണ്ട് സങ്കടപ്പെടുന്നത്. ഒരാളെ രക്ഷപ്പെടുത്തുമ്പോൾ എത്ര പേരാണ് രക്ഷപ്പെടുന്നത്. ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. അപ്പൊ സംഘടനയ്ക്കും ഇത് ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് അങ്ങനെയായതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഇതിലോട്ട് വരാനും പറ്റുന്നില്ല, പ്രവർത്തിക്കാനും പറ്റുന്നില്ല. ചില കഴിക്കാത്തവർ വളരെ അപൂർവമാണ് എവിടെയാണെങ്കിലും. അപ്പൊ അതിനോടുള്ള ആഗ്രഹം കാരണം എല്ലാവരും അതിലൂടെ ചാഞ്ഞു പോവാം. പക്ഷെങ്കിൽ നമ്മളൊരു സമൂഹം, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാറ് പ്രവർത്തിക്കുന്നു. ആ സാറിന് സപ്പോർട്ടായിട്ട് ഡോക്ടർ പ്രവർത്തിക്കുന്നു. കാരണം ജീവിത പങ്കാളിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും അടിപിടിയും ബഹളം വാങ്ങി മനസ്സോർന്നും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ജീവിത പങ്കാളിയുടെ എല്ലാ ജീവിതത്തിന്റെയും ഒരു പുരുഷന്റെ വിജയത്തില് അവന്റെ ഭാര്യയുടെ ഭാര്യ ഏറ്റവും കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ഭാര്യയാണ്. അങ്ങനെയാണ് ഏകലും രണ്ടുപേർക്കും എത്ര നാൾ ജീവിക്കാനായിട്ട് ദൈവം വിള കൊടുത്തു. ഇനിയും ദീർഘകാലം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ. അതുപോലെ തന്നെ സാറിനെ കുറിച്ച് പറയുമ്പം ഇത്രയും ഉന്നതമായ ഒരു ജോലിയുള്ള സാറ് സാധാരണ ഒരു കൃഷിക്കാരനെ പോലെ ഈ പറമ്പ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. സമൂഹത്തിന് വേണ്ടിയിട്ട് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ എന്തെല്ലാം പക്ഷിമൃഗാദികളുണ്ടോ അവയൊക്കെ വളർത്ത് നല്ലൊരു കർഷകനായിട്ട് ഇന്ത്യയുടെ തന്നെ അല്ലേ നാഷണൽ അവാർഡ് വരെ കിട്ടി. കേരളത്തിന്റെ അവാർഡ്, നാഷണൽ അവാർഡ് വരെ കിട്ടി. ഇത്രയും നല്ലൊരു കൃഷിക്കാരന്. സാറിന് ജോലിക്കാരായില്ലെങ്കിൽ കൃഷിക്കാരാകാറുണ്ടോ? കൃഷിക്കാരാകാറില്ല. അവർ പൈസയുണ്ട്, സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കുകയുള്ളൂ. സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ അവർ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു. ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഇനിയും മുന്നോട്ട് ഇങ്ങനെ കൂടുതൽ പ്രവർത്തിക്കാൻ ഉറവിടമായിരിക്കുന്ന ജോസഫ് സാറിന്റെ ടീച്ചറെ, ഇവരുടെ 37 വർഷം പൂർത്തിയായതാണെങ്കിൽ 38ാമത്തെ ചടങ്ങാണ്. ഇത് 38 വിവാഹം കൂട്ടുള്ളൂ. 38ാമത്തെയാണ്. അപ്പൊ ഇവരുടെ ജീവിതം ഇനി ഒരു 50 കൂടെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കൊക്കെ ഉള്ളത്. എന്റെയൊക്കെ 54ആയി, എന്നിട്ട് അവിടെ പകുതി പോലുമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണുള്ളത്. അപ്പൊ ഈ ചടങ്ങിലേക്ക് ഇങ്ങനെ എല്ലാവരും വന്ന് കൂട്ടായ്മ കൂടുവാനുള്ള അവസരം ഒരുക്കിയ അതിന് കാരണക്കാരായിരിക്കുന്നത് ജോസഫ് സാറും എസ് ടീച്ചറും അതുപോലെ ഇതിൻ്റെ എല്ലാ സംവിധായകൻ സാബു സാറുമാണ്. പറയാതിരിക്കാൻ പറ്റിയല്ല. പുള്ളിക്കാരൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇതൊന്ന് ആഘോഷിക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് തന്നെ. ഒരാഴ്ച മുമ്പേ വിളിച്ചു ഉറപ്പുവരുത്തി, ഇന്നലെയും വിളിച്ചു. അപ്പോൾ എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് നേരുകയാണ്. അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം സ്നേഹക്കൂട്ടായ്മയുടെ അംഗങ്ങൾക്ക് നന്ദി പറയുകയും, ഈ വിഷമിച്ചായിരിക്കും പലർക്കും പല പരിപാടികളുള്ളതാണ്, എങ്കിലും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്, ആശംസകൾ പറയുകയാണ്. ഇനിയും അടുത്തതിനും ആഘോഷിക്കണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആദ്യമായിട്ട് ആശംസകൾ നേരുകയാണ് സാറിന്. തീർച്ചയായും വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും സ്വർഗത്തിൽ അതിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതം അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ സാറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഞാൻ നിർമ്മലഗിരിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിടുത്തെ സാർ പ്രിൻസിപ്പളായി ഉന്നതമായ ഒരു സ്ഥാനം വഹിച്ചു. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളടക്കം സ്റ്റാഫ് അടക്കം എല്ലാവരും നല്ല വാക്കുകളെ പറയാനുള്ളൂ. പൊതുവെ ചില അധ്യാപകരൊക്കെ പോകുമ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ ഒരു ആശ്വാസം പോലെ തന്നെ തോന്നുമായിരുന്നു. പക്ഷേ സാറിന് ഒരു നഷ്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സാറിൻ്റെ ഈ ട്രോഫികളെല്ലാം അവിടെ ഇരിക്കുന്നത് എല്ലാം കാണുമ്പോൾ ഒരു സിംബോളിക്കാണ്. സാറ് ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തു. ഞാൻ 8 വർഷമായി ജോസഫ് സാറിനോടുകൂടി സംഘടന പ്രവർത്തിച്ചു വരുന്നു. അന്ന് പോലെ എനിക്ക് ജോസഫ് സാറിനെ നന്നായിട്ടറിയാം. ടെസ്റ്റ് ഡോക്ടർ നേരത്തെ മുതൽ അറിയുന്നതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ ഇവിടെ ചികിത്സയ്ക്കായിട്ട് ഞാൻ ഡോക്ടറിനെ എടുക്കലാണ്ട് വരുന്നത്. അലർജിയുടെ അസുഖമുള്ള, പെട്ടെന്ന് തുമ്മലും ജലദോഷമൊക്കെ ഉള്ള ഒരു അസുഖമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു എനിക്ക്. അവനെയൊക്കെ എപ്പോഴും ഇവിടെ വന്നാണ് ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ഒരു മരുന്ന് മേടിച്ച് കഴിച്ചാൽ കുറയുള്ളൂ. അപ്പോൾ ഡോക്ടറിനെ നമുക്ക് നേരത്തെ മുതൽ അറിയാം. ജോസഫ് സാറിന് 8-9 വർഷമായിട്ട് അറിയത്തുള്ളൂ. എൻ്റെ ഒരു റോൾ മോഡലാന്ന് പറയും ജോസഫ് സാറ്. കാരണം ജോസഫ് സാറിനെ കണ്ടാണ് എനിക്ക് എല്ലാവരും. ഇതൊരു ഭയങ്കര പണിയായി പോയി കേട്ടോ. ഇതൊരു ഭയങ്കര പരിപാടിയായി പോയി ചെയ്തത്.
എക്സാം നടക്കുന്നുണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ. ഉണ്ട്. അതുകൊണ്ട് പരീക്ഷ പണി നടക്കുമ്പോ എന്തോ എന്താ പ്രോഗ്രാമിന്റെ ഒക്കെ ആൾ ദേഹമാണ്. പിടിച്ചാൽ മതി, ഈ പുള്ളി പിടിച്ചാൽ മതി. ഈ മഹത്തായ യോഗത്തിന്റെ കാരണവനായ ജോസഫ് സാറ്, ഡോക്ടർ ജസ്റ്റിസ്, അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ ജോസഫ് സാറ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പകർന്നു കൊടുക്കാൻ പറ്റും എന്ന് ജീവിതത്തിലെ ഒത്തിരി കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവരെ ഓരോ ഭാവിയിൽ എത്തിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ തന്നെ ഒരു പുതിയൊരു നല്ലൊരു മനുഷ്യനായി കാണുവാനും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരുവാനും എല്ലാം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോസഫ് സാറ്, അതുപോലെ തന്നെ KCBC മധ്യവർത്തി സമിതിയുടെ പ്രസിഡന്റായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ അറിയുന്നത്. പക്ഷേ ഈ സ്നേഹക്കൂട്ടായ്മയെ വിട്ടുപിരിഞ്ഞ് ഈ സംഘടനയിലേക്ക് അല്ലെങ്കിൽ ഈ യോഗത്തിലേക്ക് വരാതിരിക്കാൻ പറ്റാത്തൊരു സ്നേഹമാണ് ഇതിനകത്തുള്ളത്. എന്താണെന്ന് പറയാൻ പറ്റില്ല. അത്രയും ഒരു സ്നേഹ കൂട്ടായ്മയാണ് അത്. ഇവിടെ സ്വന്തമായിട്ട് എന്തൊരു രോഗം വന്നെങ്കിൽ മാത്രമേ ഈ കൂട്ടായ്മയിലേക്ക് വരാതിരിക്കുകയുള്ളൂ. അപ്പോഴുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് എല്ലാവരെയും അറിഞ്ഞ് നമുക്ക് ഈ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല, ഇതിന്റെ എല്ലാവരും കൂടെ ഒരു നേതൃത്വം. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ സാബുവാണ് ഇതിന്റെ എല്ലാം നേതൃത്വം കൊടുത്ത് എല്ലാവരും ആനയിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അവിടെ എത്തിയോ അല്ലെങ്കിൽ അവിടുന്ന് പോരുമ്പോ എങ്ങനെ പോരുന്നു എന്നുള്ള ഒരു ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് സാബുവിൻ്റെതും. അതുപോലെ തന്നെ ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുവാണ്. അതുപോലെ തന്നെ ജോസഫ് സാറിനും ടെസി ഡോക്ടർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. യുദാസിലെ പള്ളിയുടെ അടുത്താണ് ഞങ്ങൾ സാറിനൊക്കെ അനുഗ്രഹം തന്നതിന് ശേഷം ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള നമ്മുടെ സ്നേഹക്കൂട്ടായ്മയിലെ അംഗങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ സ്നേഹക്കൂട്ടായ്മയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജോസഫ് സാറ്, അതുപോലെ ടെസി ഡോക്ടർ, തങ്കഞ്ചേട്ടൻ, ആന്റണി സാറ്, ഷിനോ, സ്നേഹക്കൂട്ടായ്മയിലെ മറ്റ് അംഗങ്ങളെ. ജോസഫ് സാറ് എനിക്ക് പരിചയമുണ്ടാകുന്നത് KCBC മധ്യവർത്തി സമിതിയിലൂടെ ആണ്. ഏകദേശം 12 വർഷത്തോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നു മുതൽ ഉള്ള ഒരു വ്യക്തിത്വം നല്ലൊരു വ്യക്തിത്വമാണ്. അതുപോലെ ഒരു റോൾ മോഡലായിട്ട് സ്വീകരിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. സാറിൻ്റെ പല പ്രോഗ്രാമുകൾക്കും ഞങ്ങളുടെ KCBCയുടെ പല പ്രോഗ്രാമുകൾക്കും ഞങ്ങളുടെ ഇടവകയിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. യാതൊരു പ്രതിഫലവും കൂടാതെ സാമൂഹിക നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ജോസഫ് സാറിൻ്റെ പ്രവർത്തനങ്ങൾ എക്കാലവും ശ്ലാഘനീയമാണ്. സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നുണ്ട്, സങ്കീർത്തകൻ 34:10, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. 38ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജോസഫ് സാറിനും ടെസി ഡോക്ടർക്കും കൂടുതൽ തീക്ഷ്ണതയോടെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഉള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ പാവപ്പെട്ടവരിലേക്ക് ഒക്കെ ഇറങ്ങിച്ചെല്ലുവാനൊക്കെയുള്ള ആത്മധൈര്യവും കൃപയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളും. നമ്മുടെ നേതാവിന് എല്ലാവിധ ആശംസകളും. വിഭാഗത്തിന്റെ 37ാം വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് സാറിനും ടെസി ഡോക്ടർക്കും എല്ലാവിധ ആശംസയും പ്രാർത്ഥനയും ആദ്യമേ നേരുന്നു. നമ്മുടെ സംഘടന KCBC മധ്യവർത്തി സമിതി കൂടെയാണ് ജോസഫ് സാറിനെയും ടെസി ഡോക്ടറെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചത്. എങ്കിലും അതിനേക്കാൾ ഉപരി സംഘടനയിൽ ഒത്തിരിയേറെ പേര് നമ്മൾ പരിചയം ഉണ്ടെങ്കിലും ഒരു ആത്മീയമായ ഒരു അടുപ്പം ജോസഫ് സാറിന് നമ്മളോടും ഉണ്ട്, നമുക്ക് ജോസഫ് സാറിനോടും ഉണ്ട്. അത് കാരണം എന്താന്ന് ചോദിച്ചാല്
ദൈവത്തിന്റെ ഒരു ചൈതന്യം സാന്നിധ്യം ഒക്കെ ഉണ്ട് ആ ജീവിതത്തില്. കാരണം ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് 37 വർഷം സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ജീവിക്കുക, ദാമ്പത്യ ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സാന്നിധ്യവും ആ ഒരു അനുഗ്രഹം ഇല്ലാതെ നമുക്ക് സാധിക്കുകയില്ലെന്ന് നമുക്ക് ഞാനടക്കം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ആ ഒരു പിന്നെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത് ജോസഫ് സാറിന്റെ പ്രിയപ്പെട്ട ചാച്ചനെയും അമ്മേനെയാണ്. കാരണം അവരുടെ അനുഗ്രഹവും അവരുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ് ജോസഫ് സാറിന് ചേർന്ന ഒരു ഇണയെ, ഒരു ഭാര്യയെ ജോസഫ് സാറിന് ലഭിച്ചത്, ടെസ്റ്റ് ഡോക്ടറെ. അത് ഞാൻ എപ്പോഴും ഓർക്കും. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് സാറെ, ടെസ്റ്റ് ഡോക്ടറെ, നമുക്ക് ഡോക്ടറെ എന്ന് വിളിക്കാനല്ല, ചേച്ചിന്ന് വിളിക്കാനാണ് ഇഷ്ടം. ഞാനെപ്പോഴും ചേച്ചി തന്നെയാണ് വിളിക്കാറ്. നിങ്ങളുടെ ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ്. വിവാഹ ജീവിതവും പൊതുജീവിതവും വ്യക്തിജീവിതവും കൊണ്ടുപോകുന്നു എന്നുള്ളത്, നമ്മൾ അതിനെ മഹത്വത്തോടുകൂടി കാണുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വലിയൊരു തെളിവാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പലർക്കും പല കാരണങ്ങളും കൊണ്ടൊക്കെ തിരക്കായിരുന്നെങ്കിൽ പോലും സാറിൻ്റെയും ടെസ്റ്റ് ചേച്ചിയുടെയും ഒരു കാര്യത്തിന് വരുമ്പോൾ അത് ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ മൂത്ത ചേട്ടനും ചേച്ചിയാണെന്നാണ് ഞങ്ങൾ പറയാറ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കാനും സാധിക്കാറില്ല. പല കാര്യങ്ങൾക്കും നമുക്കൊരു ഒപ്പീനിയൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മളറിയാതെ തന്നെ സാറിൻ്റെ ഒരു കോള് വരും, എന്നാണ്ട് വിശേഷം എന്ന് ചോദിച്ചത്. അതല്ലാതെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ച് പറയും. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സൊല്യൂഷനും സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് വളരെ കൃത്യമായി യാതൊരു തരത്തിലും എതിർഭാഗത്തുള്ള ആൾക്കാർക്കൊരു വിഷമം വരാതെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കാതെയോ പറഞ്ഞു തരുന്ന നല്ല നിർദ്ദേശങ്ങളാണ് എല്ലാ കാര്യങ്ങളും. ഞാനിപ്പോൾ പല കാര്യങ്ങൾക്കാണെങ്കിലും സാറിൻ്റെ അടുത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന രീതിയിൽ ഞാൻ ചോദിക്കാറുണ്ട്. കൃത്യമായ മറുപടികൾ കിട്ടാറുണ്ട്. അതനുസരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകളും കാര്യങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. നിങ്ങളെ കണ്ടു പഠിക്കുവാനും ഇനിയുള്ള ജീവിതം നിങ്ങൾ നയിച്ചതുപോലെ അല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും അതിനോട് സാമ്യപ്പെട്ട് ജീവിക്കാനൊക്കെ ഞങ്ങൾക്കും തമ്പുരാൻ അനുഗ്രഹം തരട്ടെ. ഒരിക്കൽ കൂടി യുവമിഥുനങ്ങൾക്ക് വിവാഹ വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പിന്നെ ഡോക്ടറെ, ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് എല്ലാവിധ മംഗളങ്ങളും ആദ്യമേ തന്നെ നേരുന്നു. പിന്നെ സഹോദരങ്ങൾക്കും എൻ്റെ കൂടെയുള്ള എല്ലാ കൂട്ടുകാർക്കും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ദിവസം ഇന്നായിരിക്കുന്നത് അതൊരു പെട്ടെന്ന് അവർ പോലും അറിയാത്തൊരു ഇത് കൊടുക്കാൻ, സർപ്രൈസ് കൊടുക്കാൻ നമുക്ക് പറ്റിയതും നമുക്ക് ആ വ്യക്തിത്വങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് നമുക്കത് എല്ലാവർക്കും എത്തിച്ചേരാനും ഏകദേശം എല്ലാവർക്കും തന്നെ സാധിച്ചു. അപ്പം ദൈവത്തിന് നന്ദി പറയാം. ഈ ധന്യ നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ജീവിതം ഇതുപോലെ തന്നെ ഒത്തിരി പിന്നെ ഉപകാരങ്ങളും ഇതുമൊക്കെയുള്ള ഓരോ ദിവസവും കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ എല്ലാവിധ മംഗളങ്ങളും. ഏറ്റവും പ്രിയപ്പെട്ട സാറേ, സാറേ ഞങ്ങളുടെ ടെസ്റ്റ് ഡോക്ടറെ, എന്നാ പറയണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ ഒരു സർപ്രൈസ് ആയിട്ട് വന്നത് ഭയങ്കര ഒരു അത്ഭുതം എന്ന് പറയാം. എന്നുവെച്ചാൽ സാബുവാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത്, എല്ലാവരെയും വിളിച്ചു കൂട്ടിയതും എല്ലാം. അതിന് സാബുവിന് പ്രത്യേകം ഒരു കൺഗ്രാജുലേഷൻ. പിന്നെ എനിക്ക് ഏറ്റവും പണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ ഗ്രൂപ്പ് ഇങ്ങനെ സ്നേഹക്കൂട്ടായ്മ തുടങ്ങിയപ്പോൾ ആ എവർഗ്രീൻ ആ ഗ്രൂപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാ പറഞ്ഞാലും ഈ ഗ്രൂപ്പ് തുടങ്ങിയ പിന്നെ സാറാണേലും കുറേ മെസ്സേജുകളും അങ്ങനെ ഓരോ ചിന്തകളും ഒക്കെ ഇടുന്നത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ സാറിനും ടെസ്റ്റ് ഡോക്ടർക്കും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ജോസഫ് സാറിൻ്റെയും ടെസ്റ്റ് ചേച്ചിൻ്റെയും വിവാഹ വാർഷികത്തിന് നമ്മളെല്ലാം ഏകദേശം ഏതാനും കിലോമീറ്ററുകൾക്ക് ഉള്ളിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ മംഗലാപുരത്തു നിന്നാണ് നമ്മുടെ പൗലോസ് സാർ 4 മണിക്ക് അവിടുന്ന് ട്രെയിൻ കയറി ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം വന്നാണ് പൗലോസ് സാറിനെ സ്നേഹപൂർവ്വം ജോസഫ് സാറിന്റെ ചേച്ചിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഞാൻ സാറിന് പരിചയപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. ഞാൻ ആലോചിക്കുമായിരുന്നു ഞാൻ എങ്ങനെ ഇവിടെ വന്നു. ഞാൻ രാവിലെ 3 മണിക്ക് എണീറ്റ് റെഡിയായി പരശുരാമന് കയറി ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം 2 കാര്യങ്ങളാണ്.
ഒന്ന് നിങ്ങൾ സ്നേഹക്കൂട്ടായ്മ. ഞാനിപ്പോൾ അടുത്തിടെ ഒരു പുസ്തകം എടുക്കുക, അതിനകത്ത് 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് സ്നേഹക്കൂട്ടായ്മയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതിനകത്ത്, മറ്റൊന്ന് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വളരെ ചെറുതായിട്ട് കാണുന്ന ഈ സ്നേഹക്കൂട്ടായ്മ എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. 2 കാര്യം, ഇതിന് പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഏതൊരു പ്രസ്ഥാനവും നിങ്ങൾ പ്രസിഡന്റിനെയും സെക്രട്ടറിയും നിശ്ചയിക്കുന്നതോടുകൂടി അതിന്റെ ശവപ്പെട്ടിയിൽ ആണി അടിക്കുക ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രസ്ഥാനത്തിന് അത് ഇൻഫോർമലായിട്ട് ഒരു പന്ത് കളിയിൽ ക്യാപ്റ്റൻ തന്നെ ഗോൾ അടിച്ചാൽ മതി എന്ന് തീരുമാനിച്ചാൽ ഒരു പന്ത് കളിയിൽ ആരും ഗോൾ അടിക്കുകയല്ല. അപ്പം എല്ലാവർക്കും നേതാവാനുള്ള അവസരം കിട്ടണം, എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടണം. ആരും പ്രവർത്തിക്കുന്നതിന്, നന്മ ചെയ്യുന്നതിന് തടസ്സമില്ല. ഈ 2 കാര്യം, ഒന്ന് പ്രകൃതിയെ സ്നേഹിക്കുക, അതുപോലെ സ്നേഹക്കൂട്ടായ്മ എന്ന് പറഞ്ഞ ആശയം ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആശയമാണത്. അപ്പൊ ഈ ചെഗുവേരയ്ക്ക് ഒരു പെൺകുട്ടി കത്തയച്ചു, നിങ്ങളുടെ സർനെയിമും എൻ്റെ സർനെയിമും ഒന്ന് തന്നെയാണ്, നിങ്ങളും ഞങ്ങളും തമ്മിൽ, അയാൾ വേറെ രാജ്യത്തവര്, ഈ രാജ്യത്തുള്ള നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ആൻസെസ്ട്രൽ ഇത് നോക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് കത്തയച്ചു. അപ്പൊ ചെഗുവേര മറുപടി അയച്ചു, എൻ്റെ അറിവിൽ അങ്ങനെ സാധ്യതകളൊന്നുമില്ല, നിങ്ങൾ ആ രാജ്യത്ത് ഈ സർനെയിമും നമ്മൾ തമ്മിൽ ബന്ധം വരാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. പക്ഷേ നിങ്ങൾ എൻ്റെ ആശയം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും സഹോദരനായിട്ട് വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ സ്നേഹക്കൂട്ടായ്മ എന്നുള്ള ആശയം പങ്കുവയ്ക്കുന്ന എല്ലാവരും സഹോദരങ്ങളാണ്. ആ ഒരു വലിപ്പം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, സാധാരണ ഒരു സാറ് ഇവിടെ വാഴ നട്ടിട്ട് വിദേശത്ത് പോയി, തിരിച്ചു വന്നപ്പോൾ വാഴ ഇങ്ങനെ കൂട്ടമായിട്ട് കൊലച്ചു വന്നു. സാറ് അതിനെ കൂട്ടിക്കെട്ടിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ അത് സഹകരിച്ചു. ഉണ്ടോ? മനുഷ്യന് തമ്മിൽ ഇത്ര സഹകരിക്കുന്നില്ല. ഒരാൾ വീഴുമ്പോൾ നമ്മൾ തള്ളും കൂടെ കൊടുക്കും. മനുഷ്യന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചത് സഹായിച്ചു കഴിഞ്ഞാൽ അതാ ഏറ്റവും വലിയ കാര്യം. ഇന്നിപ്പോ നമ്മളെ വലിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കി, വലിയ സംഭവങ്ങൾ ഉണ്ടാക്കി, വലിയ സ്ഥാനങ്ങൾ വഹിച്ച്, ഇതിലൊന്നും യാതൊരു അർത്ഥമില്ല. നമുക്ക് പ്രവർത്തിക്കാനായിട്ട് മനുഷ്യന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും വലിയ സംഘടനയാണ് സ്നേഹക്കൂട്ടായ്മ എന്നും ഏറ്റവും വലിയ സ്നേഹമാണ് മനുഷ്യ സ്നേഹവും പ്രകൃതി സ്നേഹമെന്നും അക്കാരണങ്ങളാൽ ഇവിടെ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിവാഹ വാർഷികം ഇനിയും ദീർഘകാലം എല്ലാവർക്കും നന്മ ചെയ്ത്. താങ്ക് യു വെരി മച്ച് സർ. ഇനിയിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് സാറിന് നമ്മളോട് മറുപടി ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹക്കൂട്ടായ്മയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ സ്വന്തം സഹോദരങ്ങളെ, പൗലോസ് സാറിനെ സഹോദരനായിട്ട് തന്നെ കണക്കാക്കിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ പല സർപ്രൈസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന സർപ്രൈസ് ആയിപ്പോയത്. ടു ബി ഫ്രാങ്ക്, ഞാൻ രാവിലെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി, സാഹു പറഞ്ഞ മാതിരി, ഞാൻ രാവിലെ 8:30 പണിക്കിറങ്ങുന്നതാണ്. അപ്പോൾ ഇന്ന് സെഞ്ചുറിൻ്റെ പള്ളി കുർബാനയുള്ളതുകൊണ്ട് എനിക്ക് പള്ളി ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഞാനങ്ങനെ കാപ്പിടിയെല്ലാം കേട്ടിട്ട് കിടന്നിച്ച് ഭയങ്ങിപ്പോയി. അങ്ങനെയാണ് വെല്ലടിച്ചതാണ്. പെട്ടെന്ന് നോക്കുമ്പം സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി ഞാൻ. അനിൽ സാർ രാവിലെ വിളിച്ച് വിഷ് ചെയ്തു. ഇന്നലെ വിഷയം വിളിച്ച്, ഞാൻ സാഹു വിളിച്ചു. അപ്പൊ പറയുമ്പോഴൊന്നും ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ആഘോഷങ്ങളൊന്നുമില്ല, ആഘോഷങ്ങൾ പാടില്ലെന്നും കൂടി ഞാൻ പറഞ്ഞാണ് സാബുവിനോട്, ഒന്നുമില്ലെന്ന് പറഞ്ഞാണ്. ഓക്കെ, എന്നാണേലും നിങ്ങൾ കാണിച്ച ഈ എന്താ പറഞ്ഞ, നിങ്ങൾ നന്ദി പറയാന്നുള്ള വാക്ക് എനിക്കില്ല, നന്ദി നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ആ സ്നേഹത്തിന് ഞാൻ ഇന്നലെ ഇപ്പൊ മനസ്സ് നിറയാണ്. ടു ബി ഫ്രാങ്ക്, ഇന്നലെ വൈകുന്നേരം ഭക്ഷണം കഴിച്ച സ്ഥലം, ഞങ്ങൾ എന്നും വൈകുന്നേരം മാറി പോകുന്ന 2 വീടുകളായി, 2 വീടുകൾ. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു 6-7 മണി ഞാൻ പണി കയറും. കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വണ്ടിക്കകത്ത് കയറിയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ടാണ് കുരിശ് വരയ്ക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ കൂടെ എന്നും മിക്കവാറും വരാറുണ്ട്. ചെള്ളിക്കുട്ടിയൊക്കെ പോയി കറങ്ങി അടിച്ച് വന്നിട്ട് ഒന്നെങ്കിൽ ഈ വീട്ടിൽ കയറും, അല്ലെങ്കിൽ ആ വീട്ടിൽ കയറും. അപ്പോൾ ഇന്നലെ സലാമിൻ്റെ വീട്ടിൽ കയറി, ഇന്നലെ വൈകുന്നേരം ഭക്ഷണം കഴിച്ചു. തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര നിശബ്ദത. ഇവിടെ ഞങ്ങൾ 2 വീട്ടിൽ കയറുമ്പോഴേക്കും മനസ്സിലൊരു സത്യം ഡ്രസ്സ് കുറച്ച് ഈ ഒരു അവസരം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സഹിക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ ഒരു ആവില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ശാന്തമാണ് കാര്യങ്ങൾ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ശാന്തമായിട്ടുള്ള. രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ അവിടെ നടക്കുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന സംഗതിയാണ്, ഭയങ്കര ശാന്തതയാണ്, സുഖമാണ്. ഇപ്പോൾ രാവിലെ കാലാവസ്ഥയും ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പറഞ്ഞു, ഈ സമയം നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥ ഉണ്ടാക്കുന്ന സമയമല്ല, നമുക്ക് ആരും ഇല്ലാത്തൊരു അവസ്ഥയാണല്ലോ. സത്യം ഇന്നത് മനസ്സ് നിറഞ്ഞു. ആ ദൈവം കൊണ്ട് തന്ന ഒരു വലിയ, ദൈവം കണ്ട ഒരു പ്രകൃതിയാണ് സത്യം പറയുന്നത് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും പേര് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടുതൽ ഓടി വരുമെന്ന് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ 2 വീടുകൾ ഞങ്ങൾ ഓരോ ദിവസം മാറി പോകുന്ന വീട്, അപ്പുറത്തെ വീട്.
ഞങ്ങൾ അവിടെ പോയി ജോയിയുടെ വൈഫും ഇളയും മോനും മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ പോയി ഞങ്ങൾ 6 മണിക്കൂർ താമസിക്കൊണ്ടിരിക്കും. ഇത് 2 വീട്ടിൽ ഞങ്ങളൊന്ന് പോകാൻ ഞങ്ങൾക്ക് വീടുള്ളൂ. എന്നിട്ട് ഇത്ര നേരം വന്നപ്പോഴേക്കും ഞാൻ ഒരു ഭയങ്കരമായിട്ട് റിച്ച് ആയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും എനിക്ക് എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ടെന്നുള്ള ഇത് ഞാൻ ഒത്തിരി ദൈവത്തെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം അഹങ്കാരിയാക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അഹങ്കാരം വന്ന് കയറുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും 5 മിനിറ്റ് സംസാരിക്കട്ടെ? പെർമിഷൻ പ്രസിഡന്റ് അല്ല, അദ്ദേഹമാണ് എൻ്റെ നമ്മുടെ സ്നേഹക്കൂട്ടായ്മയിലേക്ക്. ഈ സ്നേഹക്കൂട്ടായ്മയുടെ തുടക്കം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാകാൻ കാരണം തീർച്ചയായിട്ടും നിമിത്തം ബൈത്തുള്ളച്ചനാണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഞാൻ ഈ കോളേജിലായ സമയത്ത് ഞാൻ അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ പല പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു അച്ഛൻ ഇങ്ങനെ, എനിക്ക് അച്ഛനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ, വലിയ അടുപ്പം പരിചയമൊന്നുമില്ല. പറയുന്ന കുഴപ്പമില്ലല്ലോ, വലിയ പരിചയമൊന്നും അച്ഛനെക്കുറിച്ച് ഞാൻ വളരെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓടി കിടക്കുന്നെല്ലാം ഞാൻ പേപ്പർ ഫോട്ടോ കാണുന്നതെല്ലാം കാണുന്നുണ്ട്. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ജോസഫ് സാറേ ഇങ്ങനെ ഒന്ന് പരിചയപ്പെട്ടു. അവർ പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എനിക്കിങ്ങനെ എൻ്റെ പേരിലൊരു ഗൾഫിൽ നിന്നുള്ള വിദ്യാർത്ഥികളെല്ലാം ചേർത്ത് ഒരു ഗോൾഡ് എൻഡോമെന്റ്, ഒരു ഗോൾഡ് മെഡൽ കൊടുക്കുന്ന എൻഡോമെന്റ് ഉണ്ട്. അത് ഞാനിങ്ങനെ പലയിടത്തും നടന്നിട്ട് ഇപ്പോൾ ആരും അത് മുന്നോട്ട് പോകുന്നു. എല്ലാ വർഷവും സ്കൂളിലെ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രസംഗ മത്സരമാണ്. അപ്പോൾ അത് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പലരും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, എല്ലാവർക്കും തിരക്കാണ്. ഞാനത് മനസ്സിൽ പെട്ടെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ അത് ഏറ്റെടുക്കാം, എന്താ ഞാൻ സഹായിക്കാം, നമുക്ക് ഈ കോളേജ് വെച്ച് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവായിരുന്നു സത്യം പറഞ്ഞാൽ. അച്ഛനായിട്ടുള്ള ബന്ധം അവിടെ ആരംഭിക്കുന്നു. അതോടുകൂടി കോളേജിലാണ് ഒരു വലിയ മാറ്റം ഉണ്ടായി. അതിൻ്റെ ഒരു ആദ്യത്തെ പരിപാടി ഞങ്ങൾ അവിടെ നടത്തുകയാണ്. അപ്പോൾ നടക്കുമ്പോഴേക്കും അന്ന് കോളേജ് പ്രക്ഷുബ്ധമായ കാലഘട്ടമാണ്. ഞാനവിടെ ഇതൊക്കെ ഉണ്ടാക്കിയൊരു പീസ് ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ സമാധാനമാക്കി കൊണ്ടുവരുന്ന സമയമാണ്. അതിന് പ്രിൻസിപ്പൽ അവാർഡൊക്കെ എനിക്ക് കിട്ടിയ അങ്ങനെയാണ്. അതെല്ലാം ഞാൻ കോളേജ് ശാന്തമായിട്ട് നീക്കിക്കൊണ്ട് കാലഘട്ടത്തിൽ നോക്കുമ്പോൾ വന്ന് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം കാണുന്നത്, അച്ഛനെ കൊടുത്ത് വരുന്നത് ഒന്നാന്തരം ഗാന്ധിയന്മാരുടെ നിരയാണ് കോളേജോട് കയറി വരുന്നത്. കണ്ടത്തിമാൻ സാറ്, TP ആർന്നാഥ്, മറ്റേ മുഹമ്മദ് അമ്മ സാറ്, ഞാൻ നമ്മുടെ ഈ ടീം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏറ്റവും ഗാന്ധിയന്മാരുടെ നേരെയാണ് കോളേജോട് കയറി വരുന്നത്. ഞാനത് ശരിക്കും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഈ പ്രോഗ്രാം ഞങ്ങൾ ഏറ്റെടുത്തു. ഷായ് സാർ എൻ്റെ കൂട്ടത്തിൽ വലങ്കയായിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ടീച്ചർ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പരിപാടി പരിചയപ്പെട്ടുണ്ടല്ലോ. ഇവർ രണ്ടുപേരും ഏൽപ്പിച്ച കാര്യങ്ങൾ അത് ഭംഗിയായിട്ട് ചെയ്തു. ഈ പ്രോഗ്രാം ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് അവിടെ ഞങ്ങൾ എല്ലാ വർഷവും അറേഞ്ച് ചെയ്യും. ഇവരെല്ലാം കോളേജിലേക്ക് വരുന്നു. ഇവരെ കൊണ്ട് ഞാൻ വിദ്യാർത്ഥികൾക്ക് നല്ല മെസ്സേജും കൊടുപ്പിക്കും. അപ്പോഴേക്കും വിദ്യാർത്ഥികളുടെ മനസ്സിലൊക്കെ ഒരുപാട് മാറ്റം വരികയാണ്. അപ്പം ഞാനത് പലരും എന്നോട് ചോദിച്ചു, സാറേ എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിർമ്മലഗിരി കോളേജിലെ 5 വർഷം ഞാൻ പ്രിൻസിപ്പളായിരുന്നു. ആ സ്ഥാപനം സ്ഥാപിച്ചതിനെക്കുറിച്ചും ആ സ്ഥാപനത്തെക്കുറിച്ചും ആ സ്ഥാപനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വിദ്യാർത്ഥികളോട് എല്ലാ ക്ലാസ്സിലും ഞാൻ സംസാരിക്കും. പിള്ളേർക്ക് മനസ്സിലാവും അവരുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നത് നിർമ്മലഗിരി കോളേജ്. അപ്പോൾ എനിക്ക് തലവേരുണ്ടാക്കുന്ന യൂണിയൻ ഉണ്ടാകാൻ പാടില്ല. പിള്ളേർ തീരുമാനിച്ചു എല്ലാ 5 വർഷവും സുന്ദരമായിട്ട് കോളേജ് യൂണിയൻ ജയിച്ച് കയറിയത് കോൺഗ്രസ്സുകാർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതൊരു ഇങ്ങനെ ചില സംഭവങ്ങളാണേലുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ രാജ്യത്തോടച്ചാണ്ട് പരിചയപ്പെടുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങാറായപ്പോൾ ആണ് ഒരു ദിവസം അവസാനത്തെ വർഷം കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു അച്ഛൻ്റെ രാജ്യത്തോടച്ച്. ഞങ്ങളിപ്പോൾ അങ്ങനെ കുറച്ച് അടുപ്പം പരിചയമായി. അപ്പോൾ ഞാൻ കൊടുത്ത് അതിലൂടെ ക്ലാസ് എടുക്കാൻ അച്ഛൻ്റെ ഈ ഇവരുണ്ടല്ലോ നമ്മുടെ ADSന്റെ ടീച്ചേഴ്സിനുള്ള എല്ലാ വർഷവും ഉണ്ട്. മറ്റേ അവരുടെ ആനിമേറ്റേഴ്സിനുള്ള പ്രോഗ്രാം ക്ലാസ്സുകളുണ്ട്. അവരുടെ ശില്പശാലകളുണ്ട്. ആ ശില്പശാല ക്ലാസ് എടുക്കാൻ ഞാൻ വിളിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നല്ല ബന്ധമായി. അപ്പോൾ എനിക്കൊരു ഫോൺ കോള്, സാറ് ഇന്ന ദിവസം സാറ് പ്രതീക്ഷ വരെ ഒന്ന് വരണം പറയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ സാറിന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും എന്തൊരു വിംശതി അല്ല വേറെ പരിപാടി എന്താണ് പ്രതീക്ഷ നടന്നുകൊണ്ടിരിക്കുക. വലിയൊരു ആഘോഷം അച്ഛൻ അറിഞ്ഞിരിക്കുകയാണ്. അതിൽ രാവിലെ അവിടെ ഇരിപ്പുണ്ടത്. അത് വലിയൊരു ഷീൽഡൊക്കെ തരും. പുള്ളി എന്നെ ഒന്ന് ആദരിക്കുകയാണ്. കാരണമൊന്നുമില്ല. അതായത് പുള്ളിയെ കാരണമില്ല, പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. എൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ളൊരു അംഗീകാരം നല്ലൊരു ഷീൽഡ് തന്നെ അവിടെ പുള്ളി എന്നെ അവതരിപ്പിച്ചു. അപ്പോഴെനിക്ക് മനസ്സിൽ എന്താ കത്തി ഇതെന്താ പ്രശ്നം ഉണ്ടെന്നുള്ള എനിക്ക് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ എന്നോട് പതുക്കെ പറയുന്ന കാര്യമാണ്. ഞാനും സാറ് റിട്ടയർ ചെയ്യാൻ പോകാണല്ലോ. അപ്പോൾ അത് ഞാനും മിക്കവാറും അവസ്ഥയാണ്ട് ഇനിയിപ്പം ഈ മേഖലയിൽ നിന്ന് മാറേണ്ടതായിട്ട് വരും. എനിക്ക് സാറിനോടൊപ്പം പ്രവർത്തിച്ചിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഈ മധ്യവർത്തി പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ കത്തിച്ചിട്ടുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ ഉണ്ടല്ലോ മൻമോഹൻ സാർ, അങ്ങനെ ഒരു കോളേജ് പ്രിൻസിപ്പളായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ രൂപതയിലും പറഞ്ഞോളൂ എനിക്ക് ആ ലെവലിലേക്ക് കൊണ്ടുപോകേണ്ട നമ്മളൊന്നും ചെയ്താണ് നമുക്ക് അതുപോലെ ഒന്ന് കൊണ്ടുപോകാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സാറ് നോ പറയരുത്, എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് വേറൊരു കാര്യം എന്നെ സംബന്ധിച്ചാൽ എനിക്കൊരു ഭയങ്കര ഒരു സ്വയം അഭിമാനിക്കാനുള്ള കാര്യം തന്നെയാണ് അത്. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട്. ഞാൻ കോളേജിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം അടച്ചിക്ക് അറിയാം 9 ഓഫറുകൾ എനിക്കിപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് ജോലി ചെയ്യാനായിട്ട്. കോളേജ് പ്രിൻസിപ്പളായിട്ട്, അത് മാനേജറായിട്ട്, അഡ്മിനിസ്ട്രേറ്ററായിട്ട് പല വന്നിട്ടുണ്ട്.
അത് ഞാൻ അഭിമാനിക്കുന്ന വേറൊരു വകയെന്ന് പറയാൻ തള്ളു പറയുന്നതല്ലേ, തള്ളു അഹങ്കാരം പറഞ്ഞ് കണക്കാക്കരുത്. എനിക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് വിളിച്ചിട്ടുണ്ട്, ഹിന്ദു മാനേജ്മെന്റ് വിളിച്ചിട്ടുണ്ട്, മുസ്ലിം മാനേജ്മെന്റ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് മാനേജ്മെന്റ് വിളിച്ചിട്ടുണ്ട്, മാർക്സിസ്റ്റ് മാനേജ്മെന്റ് വിളിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗ് മാനേജ്മെന്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എനിക്ക് സ്വീകാര്യതയുണ്ട്, സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടെന്ന് എനിക്ക് ബോധ്യം വന്നു. പക്ഷേ ഞാൻ എടുക്കാണ്ടിരുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാം എന്താണ് കാരണം, ആ സർപ്രൈസ് ഇപ്പോൾ ഞാൻ തുറന്നുകൊണ്ട് പറയാം. ഞാൻ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ വിദ്യാർത്ഥികൾ എന്നോട് അവർ ആവശ്യപ്പെട്ടൊരു കാര്യത്തിലേ ഉള്ളൂ, സാറ് ഇറങ്ങാൻ പോകാൻ സാറിന്. അപ്പം അവരോട് തന്നെ ആദ്യമായിട്ട് വരുന്നൊരു ഓഫർ മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ നേതാവാണ് എന്നെ വിളിച്ച് പറയുന്നത്, സാറ് ഗൾഫിൽ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇപ്പം 10 വർഷമായി. അപ്പോൾ അവിടെ ഒരു നല്ല പോസ്റ്റ് സാറ് വേണ്ടി എടുക്കാം. അപ്പോൾ ഞാൻ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അവരുടെ മുസ്ലിയാർമാർ വന്ന് എന്നെ ക്ലാസ് എടുക്കാൻ കൂട്ടിക്കൊണ്ട് പോകും. ഇവിടെ എല്ലാം ആ ഭാഗമെല്ലാം ഉണ്ടല്ലോ, കൂത്തമ്പ് അങ്ങോട്ടുള്ള ഭാഗങ്ങളെല്ലാം. അപ്പോൾ അവിടെ അവിടുത്തെ പഠിച്ച നേതാക്കന്മാരെല്ലാം കുറേ പേര് ഗൾഫിലുണ്ട്. അവരാണ് നമ്മുടെ ഈ മട്ടന്നൂർ ഒരു സ്കൂളില്ലേ, മട്ടന്നൂർ നമ്മുടെ ഒരു മുസ്ലിം സ്കൂളുണ്ട്, ഒരു ഇന്റർനാഷണൽ സ്കൂളുണ്ട്, 2 സ്കൂളും, ഒന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇപ്പുറത്തുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് ഫംഗ്ഷൻ പോയപ്പോഴേക്കും അതിൻ്റെ ഒരു ചാർജുള്ളൊരു ഡയറക്ടർ ഈ ഫംഗ്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവരന്നൊരു ഇതിനെ വിളിച്ചതാണ്, മറ്റേ എന്താണ് സ്വാതന്ത്ര്യദിനത്തെ വിളിച്ചതാണ്. അപ്പോൾ ഞാനൊരു ടോക്ക് കൊടുത്തു. ആ ടോക്ക് കൊടുത്തതോടെ അങ്ങനെ ഈ അടുത്തിട്ട് ആൾ പറഞ്ഞു സാറിനോടൊന്ന് പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തിരിച്ച് ഗൾഫിൽ പോയി. ഗൾഫിൽ പോയിട്ട് അവിടെ നിന്ന് പുള്ളി എനിക്ക് അവിടെ നിന്ന് ഒരു ഓഫർ വരികയാണ്. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യാൻ പോവാണ് ആ വർഷം, ആ മാസം ആദ്യം തന്നെ വരുന്നു. ജോസഫ് സാറേ, ഞങ്ങൾക്ക് സാറിന് ആവശ്യമുണ്ട്, സാറിന് പോരാമെങ്കിൽ ഇവിടെ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് ഞങ്ങൾ തരാം, ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് തരാം. അങ്ങനെയാണെങ്കിൽ സാറ് റിട്ടയർമെന്റ് ഇല്ല, സാറിന് റിട്ടയർ ചെയ്യുന്ന നെക്സ്റ്റ് ഡേ വെച്ച് ഞങ്ങൾ വിസ അടിച്ച് കൈ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ആദ്യത്തെ ഓഫർ അതാണ്. മുസ്ലിം മാനേജ്മെന്റ് എന്നെ ആദ്യം വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ഞാൻ മനസ്സിലുണ്ട്. അപ്പോൾ എൻ്റെ വിദ്യാർത്ഥിയോട് ഞാൻ അതിന് മുമ്പ് ഒരു കമ്മിറ്റ്മെന്റ് ആയിപ്പോയി. അവർ പറഞ്ഞത് അവർ കാര്യം വെറുതുമല്ല, അവിടെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞു സാറ് ഞങ്ങൾ ഇത്രയും വളർത്തി, ഈ 5 വർഷത്തെ യൂണിയൻ ഇനാഗ്രേഷൻ ഉണ്ട്, പ്രിൻസിപ്പൾ ആകുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥി ഒരുപാട് പേര് PDD ബാച്ചുകാർ വന്നു, BSc ബാച്ചുകാർ വന്നു, എല്ലാവരും വന്ന് എനിക്ക് ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവരാവശ്യപ്പെട്ട കാര്യമാണ് സാറിന് പുതിയ ജോലി ഓഫറുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു പയ്യനിലൂടെ വന്നതും ഒരു ചെയർമാൻ പയ്യനിലൂടെ വന്നതൊക്കെ. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം സാറ് പറയാനുള്ള ഇത്രേ ഉള്ളൂ, സാർ ഒന്നും ഏറ്റെടുക്കരുത്. സാറിന് ഇപ്പം സാമ്പത്തിക പ്രശ്നം സാറ് വരാൻ സാധ്യതയുള്ളതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം സാറിന് പെൻഷൻ ഉണ്ടാവും, സാറിന് വീട് ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തന്നെ ആ ഒരു ഫോർമേഷൻ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും പലരും ഇന്ന് പലരും സ്കൂളിലെ അധ്യാപകരാണ്, BEd കോളേജിലെ അധ്യാപകരാണ്, പല മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് അത് കൊടുക്കണം ഞങ്ങൾക്ക്. അത് ഞങ്ങൾ സാറിനെ കോൺടാക്ട് ചെയ്യുമ്പം സാർ എപ്പോൾ ഞങ്ങൾ വിളിച്ചാലും സാർ ഫ്രീ ആയിരിക്കണം. സാർ ഒരു സ്ഥാപനത്തിന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാറിന് അവരുടെ പെർമിഷൻ വാങ്ങിക്കണം, അനുവാദം വാങ്ങിക്കണം, അങ്ങനെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, റമീസ് എപ്പോഴും വരുന്ന ആളെ ഇവിടുത്തെ ചെയർമാൻ, ഞങ്ങളുടെ കോളേജ് ചെയർമാനായിരുന്നു. റമീസ് നീ പറഞ്ഞ വാക്കിൽ ഏറ്റിരിക്കുന്നു, ഞാൻ ഒരു ചാർജ് ഏറ്റെടുക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഒഫീഷ്യലായിട്ട് ഒരു പ്രിൻസിപ്പൽ പോസ്റ്റ് ഒന്ന് ഞാൻ എടുക്കലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൈത്തോടസിൻ്റെ ഈ ഓഫർ വരുന്നത്. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോഴേക്കും തൈത്തോടസിൻ്റെ ആ ഒരു കാര്യം വളരെ ജെനുവിനാണ് കാര്യം. മാത്രമല്ല എനിക്കൊരു 10-25 വർഷത്തെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേലെ വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ മദ്യം മയക്കുമരുന്ന്, മറ്റേ സ്മോക്കിങ്, എയ്ഡ്സ്, ഞാൻ കേരളത്തിലെ മിക്കവാറും എല്ലാ ക്യാമ്പസുകളിലും മൊത്തം അങ്ങോളം ഇങ്ങോളം ട്രിവാൻഡ്രം പോലെ ഇങ്ങോട്ടേക്ക് ഈ ക്ലാസ്സുമായിട്ട് ഞാൻ പോയിട്ടുമുണ്ട്. അപ്പോൾ നെടുമ്പള്ളി കോളേജിന് മുമ്പ് നെടുമ്പള്ളി ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു. അപ്പോൾ ആ പരിപാടി എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. നേരത്തെ സൂചിപ്പിച്ചമായിട്ട് നമുക്ക് ഒരുപാട് കാലം ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്, ദൈവികമായിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടുന്ന മേഖലയാണ്. അങ്ങനെ അച്ഛനോട് ഞാൻ സമ്മതിച്ചു. അപ്പം അങ്ങനെയാണ് നമ്മൾ വരുന്നതും. അച്ഛൻ നമ്മളെ ബാക്കി സെറ്ററൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അച്ഛൻ ഞങ്ങൾ ഇലക്ഷനിലൂടെ വന്ന ആൾക്കാരല്ല, ഞങ്ങളൊക്കെ നേതാക്കന്മാർ ഈ വന്ന നേതാക്കന്മാർ ഇലക്ഷനോട് വന്നവരല്ല. അച്ഛൻ ഞങ്ങൾ നോമിനേറ്റ് ചെയ്തു, വന്നു. ഒരു ടീമായിട്ടുള്ള ഒരു പ്രവർത്തനം, രസമുള്ളൊരു പ്രവർത്തനമായിരുന്നു. നിങ്ങളെല്ലാവരും ഞാൻ ഓർക്കുന്നില്ല, എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്നെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു, നമ്മൾ എത്രമാത്രം ഗംഭീരമായിട്ട് കാര്യങ്ങൾ ഓടിക്കുമായിരുന്നു. എല്ലായിടത്തും ഒരു നല്ല ജീവിതത്തിൽ നല്ലൊരു അനുഭവമായി മാറി. റിട്ടയർമെന്റ് ഇനി അറിഞ്ഞിട്ടേ ഇല്ല, തിരക്കിട്ടൊരു ജീവിതമായിട്ട് ഇവിടെ കടന്നുപോയി. അപ്പം അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെയാണ് നമ്മൾ അച്ഛൻ്റെ റിട്ടയർമെന്റ് വരുന്നത്. അച്ഛനെ നമ്മൾ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി, എല്ലാം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം നമുക്ക് മറ്റേ എവർഗ്രീൻ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് പിരിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥ വന്നു. നമ്മളെല്ലാം ബന്ധപ്പെട്ട് ഈ ബന്ധത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈ ഒരു സ്നേഹബന്ധത്തിൽ നമുക്ക് ഒരു പിരിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെയാണ് സ്നേഹക്കൂട്ടായ്മയ്ക്ക് ഒരു പുതിയ മാനത്തിലേക്ക് കടന്നു വരുന്നത്. ഈവൻ സ്നേഹക്കൂട്ടായ്മയ്ക്ക് പുതിയ പേരിടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു. അത് ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ചത് വേണ്ട, സ്നേഹക്കൂട്ടായ്മ തന്നെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ വളരെ ഭംഗിയായിട്ട് പോയി. സ്നേഹക്കൂട്ടായ്മ എത്തി ഇവിടെ നിൽക്കുന്നു. ഇതൊരു എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഇത്രമാത്രം വലിയ സർപ്രൈസ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു സർപ്രൈസ് കൊണ്ട് ഞാൻ പറയാം. അതിതാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി റിട്ടയർമെന്റിന്റെ ഡേറ്റ് വന്നെനിക്ക്. അന്ന് രാവിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരക്കെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് 4 മണി 3:30 ആകുമ്പോഴേക്കും നമ്മൾ അവസാനത്ത് ഒപ്പിടണം. അപ്പോൾ എൻ്റെ മാനേജർ ഫൗണ്ടസിനുണ്ട്, ലോക്കൽ മാനേജറുണ്ട്.
ഇവരെല്ലാം വന്നിരിപ്പുണ്ട്. അപ്പോൾ അവർ എൻ്റെ മുമ്പിലേക്ക് ഇതുകൊണ്ട് വെച്ചു, ഏതാണ് നമ്മുടെ രജിസ്റ്റർ കൊണ്ട് സൈൻ ചെയ്യാൻ, അവസാനത്തെ സൈൻ ചെയ്യാനായിട്ട്. അപ്പം മാനേജർ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റാഫിൻ്റെ വേറെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. ഞാൻ ഇതിൽ എല്ലാവരും പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരും. അപ്പോൾ സ്റ്റാഫ് കംപ്ലീറ്റ് വരും ഇങ്ങോട്ടേക്ക്, എല്ലാവരും വരും, ടീച്ചേഴ്സ് സ്റ്റാഫ് എല്ലാവരും വരും. അപ്പോൾ നമ്മളിവിടെ വലിയൊരു പാർട്ടി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒപ്പിട്ടു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ആരവം കേട്ടു, ശബ്ദം കേൾക്കുന്നുണ്ട്. സംഭവം നോക്കുമ്പോഴേക്കും അന്നേരേക്ക് പെട്ടെന്നൊരു ടെമ്പോ ട്രാവലർ, എയർ കണ്ടീഷണർ ടെമ്പോ ട്രാവലർ പെട്ടെന്ന് ക്യാമ്പസിലേക്ക് ഓടി കയറി വന്നു. ഇതിന് ചാടി ഇറങ്ങി വന്നത് ഈ 5 വർഷക്കാലത്തെ യൂണിയൻ ഭാരവാഹിയാണ്, പ്രസിഡന്റ് സെക്രട്ടറിമാർ 10 പേര് പിള്ളേര്. എന്നെ ഞാൻ ഈ കാലഘട്ടത്തിൽ പ്രിൻസിപ്പൽ കാലഘട്ടത്തിലുള്ള 5 വർഷത്തിലെ പിള്ളേർ ചാടി ഇറങ്ങി വന്നിട്ട് അവരെ കസേര എടുത്തങ്ങോട്ട് നേരെ വണ്ടിക്കകത്തോണ്ട് കയറ്റി. അപ്പം മാനേജറെല്ലാം നോക്കി നിൽക്കുക. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ വണ്ടിക്കകത്തെല്ലാം കേൾക്കണം. അവരുടെ വണ്ടി ഈ ടെമ്പോ ട്രാവലർ മുമ്പിൽ വിട്ട് അവരുടെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ വന്നു, ഞങ്ങളെല്ലാം ഭക്ഷണമെല്ലാം ഇത് വെച്ചാൽ മീറ്റിംഗ് പരിപാടി നടത്തി, അവരുടെ ഭക്ഷണമെല്ലാം കഴിച്ചു. അവിടെ എനിക്കൊരു മുറിയൊക്കെ അറേഞ്ചിട്ടുണ്ടായിരുന്നു, അവനെ മുറിക്കകത്തന്നെ കൊണ്ട് ഇരുത്തി എല്ലാം കഴിഞ്ഞു. ബാക്കി എല്ലാ അധ്യാപകർ പോയി, അനധ്യാപകരും എല്ലാവരും പിരിഞ്ഞു പോയിട്ടും അന്ന് അവർക്ക് റമീസും ടീമും പിള്ളേർ ഇവിടുന്ന് പോകുന്നില്ല. അവർ പോകാൻ പറ്റുന്നില്ല അവർക്ക് ഇവിടുന്ന്. 7 മണി നമ്മളവിടെ നീ പൊക്കോ, ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് അവരെല്ലാം പറഞ്ഞു വിടുകയായിരുന്നു, അതുപോലെ പറഞ്ഞു വിടുകയായിരുന്നു. അത്രയ്ക്ക് ആ ഒരു ബന്ധം വിദ്യാർത്ഥികൾ അവിടെ എനിക്കുണ്ട്. അതാകുമ്പോൾ ആ 5 വർഷത്തെ ആ യൂണിയൻ ഒരു അന്ന് ഉണ്ടായ അത് സർപ്രൈസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ജീവിതത്തിൽ ഏറ്റവും വലിയ സർപ്രൈസ് ആണ് ഇന്നത്തെ സർപ്രൈസ്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ച മാനേജ്മെന്റ് പോണടച്ച് ഞാൻ കൂടി ഒരു വണ്ടിക്കകത്ത് കയറി അങ്ങോട്ട് പോയിരുന്നു. അവർ ഇവിടെ കൊണ്ടിരിക്കുന്ന ഞാനൊക്കെ പ്രതീക്ഷ റെഡിയായിട്ട് ഇരിക്കുന്നതാണ്. അന്നേരം ഇവരൊന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി അവർ വണ്ടിക്കകത്ത് ഇവിടെ കൊണ്ടാക്കിയത്. അതിനും അപ്പുറത്തെ സർപ്രൈസ് ആയിപ്പോൾ ഇന്നത് സംഭവിച്ചത്. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത നിങ്ങൾ എന്താണ്, ഞാൻ നന്ദിയൊന്നും പറയുന്നില്ല. ഈ സാബുവിനെ എനിക്കറിയാം. ഇപ്പം എൻ്റെ ഒരു മനസ്സാ സൂക്ഷിപ്പുകാരനായി മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അപ്പം മനസ്സിനുള്ളിൽ എല്ലാം ഇങ്ങോട്ട് പറയും. അതുപോലെ ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനും റെഡിയായിട്ട് എൻ്റെ കൂടുതൽ ഒരു വലങ്കയായിട്ട് ഇപ്പം എൻ്റെ കൂടുതലുണ്ട്. ഓക്കെ, അത് നിങ്ങൾ സാബു മാത്രം എല്ലാവരും എനിക്കറിയാം. നമ്മളെല്ലാവരും പരസ്പരം പേഴ്സണലായിട്ട് സംസാരിക്കാറുണ്ട്. ഇവരോട് അറിവിന് പറയാണ്, ഈ ഇരിക്കുന്ന ഓരോരുത്തരെ കൂടി ഞാൻ പറയാൻ പോകണമെങ്കിൽ ഇപ്പം എനിക്ക് ഇന്ന് വൈകുന്നേരം 10 മണി രാത്രി 10 മണിക്ക് പറഞ്ഞാലും തീരാൻ പോകുന്നില്ല. കൂടെ ആൾക്കാരാണ് ഇരിക്കുന്നത് എല്ലാവരും തന്നെ. ഇപ്പം ഇവരെന്നെ കുറിച്ചെല്ലാം ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു, വലിയ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു. അതിലേക്ക് എത്രയോ മഹത്തരമായിട്ടുള്ള ഈ ഇരിക്കുന്ന ആളാണെങ്കിൽ ജീവിക്കുന്ന വിശുദ്ധനെ ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിനെ വിളിക്കുന്ന ആളാണ്, ജീവിക്കുന്ന വിശുദ്ധനെ വിളിക്കുന്ന ആളാണ് ഞങ്ങളുടെ തങ്കച്ചൻ ചേട്ടൻ. ഓരോരുത്തരും അതുപോലെ പ്രവർത്തിക്കുന്ന, എല്ലാവരും അതുപോലെ പ്രവർത്തിക്കുന്നവരാണ്. അത് വേറൊരു മനുഷ്യനാണ്. ഈ മധ്യവർത്തി മേഖലയിലും 100 കണക്കിന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അവരെ നല്ല നന്മയിലേക്ക് എത്തിക്കുന്ന ആളാണ് പ്രിയപ്പെട്ട തങ്കച്ചേട്ടൻ. മാത്രമല്ല തങ്കച്ചേട്ടൻ്റെ ഒരു പറഞ്ഞ എല്ലാ വർഷവും പുള്ളി വീട് വെച്ച് കൊടുക്കും ആൾക്കാർക്ക്, സ്വന്തമായിട്ട് വീട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോഴും പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. തങ്കച്ചേട്ടൻ സ്വന്തമായിട്ട് കൊടുക്കുന്നതൊക്കെ സഹകരിക്കുന്നു. എന്നാലും ഞാൻ പറഞ്ഞു, തങ്കച്ചേട്ടൻ പറഞ്ഞ പിന്നെ പറഞ്ഞ മാതിരിയാണ്. ഫ്രാൻസിസ് സീസി പറയുമ്പോൾ എല്ലാം മുമ്പിൽ മുട്ടുമുടക്കുമെന്ന് പറഞ്ഞ പോലെ തങ്കച്ചേട്ടൻ പറഞ്ഞാൽ ഏത് മനുഷ്യനും മുട്ടുമുടക്കി കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കും എന്ന് പറഞ്ഞവരാണ് ചെയ്യുന്ന. നിസ്സാരകാരനായിട്ടൊന്നല്ല ചെയ്യുന്നത്. ഈ ഒരു കാഴ്ചപ്പാടുള്ളവരാണ് ഈ സ്നേഹക്കൂട്ടായ്മയിലെ എല്ലാവരും. അതാണ് ഈ സ്നേഹക്കൂട്ടായ്മയുടെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. എന്റെ ഉദ്ദേശം മനസ്സിലുണ്ട്. അപ്പൊ എന്റെ അനിസാറെ, ഈ അനിസാറൊക്കെ പറഞ്ഞ നല്ല ആശയം വന്നു കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിപ്പോ വന്നൊരു ആശയമാണിത്. ഇത് പ്രാർത്ഥികമായല്ലോ. നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിപ്പോൾ നമുക്ക് വന്ന ആശയമാണ് ഒരു. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ തേറ്റോടത്തിന്റെ മനസ്സിൽ അങ്ങനെ ആശയം കിടപ്പുണ്ട്. ഇതുപോലെ നമ്മൾ കൂടി പെട്ടെന്ന് ആട് പറഞ്ഞ ആശയമാണ്. അത് പ്രാർത്ഥികമായെങ്കിൽ സാറിന്റെ ഈ ആശയം അല്ലേ നമുക്ക് പ്രാർത്ഥികമാക്കണം. ആയിക്കോട്ടെ, നമുക്ക് ഇതെല്ലാം വരുമെന്നേ. ഒക്കെ ദൈവം നമുക്ക് അതിനുള്ള അവസരം തരും. ദൈവം വളരെ നമ്മളെയല്ല, അതിനുള്ള പ്രാപ്തി നമുക്ക് ദൈവം തരും, ഉറപ്പായിട്ടും തരും. അപ്പൊ ഇത്രയും ഇനി പറയാൻ ഒരുപാട് കാര്യം പറയാനോ എല്ലാവരെ കുറിച്ചും പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞാൽ എല്ലാവരെയും ഇനി ഇരുത്തി വിഷമിപ്പിക്കുന്നില്ല. വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ്ടാ പറഞ്ഞ മാലാകെ പോലെയാന്ന് പറഞ്ഞു. ആരാ പറഞ്ഞ മാലാകെ തന്നെ പറയാനുള്ള മാലാകയല്ല. ഇപ്പൊ ഞങ്ങളെ ഇദ്ദേഹത്തെ കണ്ടെത്തിയ ചരിത്രം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്റെ ഓർമ്മ കേൾക്കാത്തതുകൊണ്ട് പറയാം. കേൾക്കാത്തവരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പഠിത്തം കഴിഞ്ഞു, PhD കഴിഞ്ഞു. അപ്പൊ എനിക്ക് വേറൊരു ജോലി ആദ്യം കിട്ടി. സമയം കഴിയോ? അപ്പൊ ആദ്യം ഞാൻ കോളേജിലായിരുന്നില്ല.
വേറൊരു മേഖല ജോലി ചെയ്തിരുന്നത് CIT എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സെൻട്രൽ ഫിഷീസ് ടെക്നോളജി. അതിലൊരു അസോസിയേറ്റ് ആയിട്ടാണ് ആദ്യം ഞാൻ സയന്റിഫിക് അസോസിയേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം വേല നടക്കുന്നത്. വീട്ടിലിങ്ങനെ കല്യാണ വേലയൊക്കെ വന്നു തുടങ്ങി, പ്രൊപ്പോസലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം, എനിക്കും ഒരു കോളേജിൽ എൻ്റെ പ്രൊഫസർ ഡോക്ടർ KT വിജയമാധവൻ എന്ന് പറയും. ഓക്കെ, അദ്ദേഹമാണ് ദേവരി കോളേജിൽ എന്നെ ഞാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ എൻ്റെ 10ാം ക്ലാസ് പഠിപ്പിച്ച അധ്യാപകനുണ്ട്, ഡോക്ടർ അബ്ദുറഹ്മാൻ സാറുണ്ട്. ഓക്കെ, അദ്ദേഹം എൻ്റെ 10ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. ഒരാളെ മരിച്ചിട്ടുള്ളൂ, ഒരാൾ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ 2 മാസം മുമ്പ് ഞങ്ങൾ പോയി കണ്ടായിരുന്നു, കാണാൻ പോയിരുന്നു. വിജയമാധവൻ സാറ് മരിച്ചുപോയി. അബ്ദുറഹ്മാൻ സാർ ഞാൻ ഇവിടെ ഞാൻ പറയാം, എനിക്ക് കുറ്റം പറയാനൊന്നുമല്ല, ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളതെങ്കിലും എൻ്റെ മനസ്സിൽ ഇന്ന് ഒരു അധ്യാപകൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്ന അധ്യാപകൻ നിൽക്കുന്ന ഒരു മുസ്ലിം അധ്യാപകനാണ്. എന്നെ പഠിപ്പിച്ചതിൽ ഈ 3 പേര് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചു. എൻ്റെ SSC എൻ്റെ ക്ലാസ് ടീച്ചർ മുസ്ലിം അധ്യാപകനായിരുന്നു. അതുപോലെ എൻ്റെ കോളേജിൽ എൻ്റെ 7 വർഷത്തെ എൻ്റെ പ്രൊഫസർ ഹൈന്ദവനായിരുന്നു. എൻ്റെ PhD ഈട് തമിഴ്നാട്ടുകാരനായിരുന്നു. Create thoughts and actions in the minds of the people of our nation, so they may live united, may they live united. Oh Almighty, this is my prayer. Oh Almighty, help them choose the right path. Bless all the people of our nation with strength of character and of righteousness. Oh Almighty, this is my prayer. Guide the people to be tolerant of different points of view. Help them transform enmity and hatred into love and harmony. Bless the people to work and persevere, our country to transform into a prosperous and a peaceful nation of the world. Where there is righteousness in the heart, there is beauty in the character. When there is beauty in the character, there is harmony in the home. When there is harmony in the home, there is an order in the nation. When there is order in the nation, there is peace in the world. Guide the people to be tolerant of different points of view. Help them transform enmity and hatred into love and harmony. Bless the people to work and persevere, our country to transform into a prosperous and a peaceful nation of the world. Almighty, help us to believe the nation is bigger than the individual. Let's spread love and